ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുടകളുടെ പരസ്യമായിട്ടാണ് കേട്ടോ. കുടകളുടെ പരസ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്കെന്താ കുടയുടെ കച്ചവടം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും അല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ കില സെൻറ്റർ ഫോർ ഗുഡ് ഡേ ഗവർണൻസിൻ്റെ പരിശീലനം ആയിരുന്നു കേട്ടോ കുട നിർമ്മാണം. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തതിൽ നന്നായൊരു പരിശീലനമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. കാല പരിശീലനമാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് തലത്തിൽ പരിശീലനം കിട്ടിയതാണ് കേട്ടോ. മണ്ണുത്തിൽ പോയി ഒരുപാട് പരിശീലനങ്ങളുണ്ട്. അവിടെ പോയി ചെയ്യണം. അവിടെ നിന്ന് 3 ദിവസം തങ്ങിയിട്ടുള്ള പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ബ്ലോക്ക് തലത്തിൽ കാവുമ്പുറം ബ്ലോക്കിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് പരിശീലനം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ച് തരുകയും ചെയ്തു കേട്ടോ. ടീച്ചറുടെ പേര് സില്ല എന്നാണ് കേട്ടോ. ടീച്ചറുടെ വീട് ചങ്ങരംകുളമാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ 2 ഫോൾഡായിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, 2 മടക്കുള്ള കുട. അപ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും കണ്ടത്. ആദ്യം നമ്മൾ കറുത്ത നൂലാട്ടോ തുന്നുന്നത്. ആദ്യം ഞങ്ങളോട് കറുത്ത നൂല് കോർക്കാൻ പറഞ്ഞു, സൂചിയിൽ. അങ്ങനെ ഞങ്ങൾ കറുത്ത നൂല്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുണ്ട് നമ്മുടെ ഈ നെട്ടും ബോൾട്ടൊക്കെ ഉണ്ടല്ലോ കുടയുടെ. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ടീച്ചറാണ് ഞങ്ങളുടെ എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ വെട്ടി കൊടുത്തിട്ട് അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് 4 പുറം ആദ്യമൊക്കെ തുന്നിയായിരുന്നു, ഇപ്പോൾ തയ്ച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ തയ്ച്ചിട്ട് അവിടെ കൂട്ടിപ്പിടിച്ച് തുന്നിയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അവിടെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ അത് വെട്ടി കൊടുത്തിട്ട് പേന കൊണ്ടൊന്ന് പൊന്തിച്ച് വെച്ചതാണ് കേട്ടോ. അതാ നീല നിറം. എന്നിട്ട് അത് തുണി എടുത്ത് മറിച്ച് ആദ്യം എന്ന് പറഞ്ഞാൽ ടീച്ചറെ ബട്ട് ഇതെന്ത് ചതുവ, അതുപോലെ ചന്തുവ, ഫൈബർ, ബോൾട്ട്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ കേട്ടോ. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുട വാങ്ങുക എന്നല്ലാതെ നമ്മളിതിൻ്റെ എന്താ ഏതാണെന്ന് നമ്മളതിൻ്റെ നൂലാമാലകളൊന്നും അന്വേഷിച്ച് പോകാറില്ലല്ലോ. കുട കേടുന്നാൽ നമ്മൾ നേരാക്കാൻ കൊടുക്കും. അത് നേരാക്കി പിന്നെയും കേടുവരുമ്പോൾ നമ്മൾ നേരാക്കാൻ, പിന്നെ തീരെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുതിയ കുട വാങ്ങുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 26, 27, 28 അങ്ങനെ തീയതികളിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പരിശീലനം ഉണ്ടായിരുന്നത്. അങ്ങനെ 3 ദിവസം ഞങ്ങൾ പോയി വീട്ടിൽ നിന്ന് വന്ന് പോവുകയായിരുന്നു. ഭക്ഷണം ഉണ്ടായിരുന്നു. 10 മണിക്ക് ചായ, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് ചായ. അതൊക്കെ കുടിച്ച് നല്ല രസത്തിൽ ഞങ്ങളിതൊക്കെ ആസ്വദിച്ച് പോരുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് കുട അടിപൊളിയായിട്ട് ഞങ്ങൾ പോപ്പിക്കുട കേട്ടോ ആദ്യം ഉണ്ടാക്കിയത്, ചെറിയ കുട്ടികളുടെ കുട. അല്ല, ആദ്യം ഞങ്ങൾ 2 ഫോൾഡാണ്. പിന്നെ ഞങ്ങൾക്ക് തന്നത് ചെറിയ കുട്ടികളുടെ കുടയായിരുന്നു കേട്ടോ. അതും നമുക്ക് ഇതുപോലെ എല്ലാം സെറ്റും ടീച്ചർ പറഞ്ഞു തന്ന രീതി ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ കുട അടിപൊളിയായിട്ട് കുട്ടികളുടെ എന്താ പറയുക, കാർട്ടൂണിൻ്റെ എനിക്ക് പേരറിയുന്നില്ല. അപ്പോൾ അങ്ങനെ കുട നേരാക്കി ഞങ്ങളങ്ങനെ 2 കുട ഒരു ദിവസം പഠിപ്പിച്ച് തന്നു കേട്ടോ. അതിൻ്റെ വില്ലൊടിയുന്ന അത് വെക്കാനും അതുപോലെ അത് തുന്നാനും എല്ലാം നന്നായി. അതുപോലെ നമ്മൾ ചെറിയ കുട നേരാക്കി കഴിഞ്ഞാൽ പിടിയുടെ അവിടെ ചെറിയൊരു ഹോളുണ്ടാവും. ഞാനൊക്കെ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. മോളുടെ കുട ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ആണി തറയ്ക്കണം. വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിടി പോരാതിരിക്കേണ്ട. അതിന് സ്കൂറല്ല, അത് നീണ്ടൊരു പിടിയായിരുന്നു. അത് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക ചെയ്യുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ആ പിടിക്കുന്ന ആ വളവ് അതൊക്കെ നേരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞങ്ങളുണ്ടാക്കിയ കുടയുണ്ടാ ചെയ്യുന്നത്. അതിൻ്റെ എന്താണെന്നറിയാം, അതിൻ്റെ ആണി ഉണ്ടല്ലോ, ആ പിടുത്തമുണ്ടല്ലോ, ടീച്ചർ ഇപ്പോൾ പിടിച്ചപ്പോൾ നമ്മൾ നേർക്ക് ഇങ്ങനെ പിടിക്കുന്ന ഓപ്പോസിറ്റായിട്ട് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആണി തറച്ചാൽ വീഴും. പിന്നെ അതുപോലെ ആ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ച് ഇട്ട നിവരൽ, ആ സ്വിച്ചും നിവർത്താൻ കഴിയില്ല കേട്ടോ. ഇനി ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയാം, ഞങ്ങൾ ഒരു രണ്ടാമത്തെ ദിവസം ഞങ്ങളോട് പറഞ്ഞ് കുടയുടെ എല്ലാ വില്ലുകളും വേറെടുത്താൻ. എന്നിട്ട് അതിൻ്റെ തുണി ഉണ്ടല്ലോ, ആ തുന്നിയതും എല്ലാം പൊട്ടിച്ച് വേറൊരു കുട, അത് എല്ലാ തുന്നും ഞങ്ങൾ അഴിച്ച് അതിൻ്റെ വില്ലൊക്കെ പുറത്തെടുത്ത് രണ്ടാമത് സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഈ കാണിച്ച് തരുന്നത്. അതിൽ 5, 7, 8 അങ്ങനെ എന്തോ വില്ലുണ്ട്, ഞാൻ എണ്ണിയിട്ടില്ല. അങ്ങനെ ഫ്രെയിമുകളാണ് അതിന്. അപ്പോൾ ആ ഫ്രെയിമുകളൊക്കെ വേറെ എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതിനൊക്കെ ഒരു എന്താ പറയുക, ഓരോ പോർഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്വിച്ച് ഇടുന്നില്ലേ, ആ ഒരു ഭാഗം നോക്കിയിട്ട് ഒരു കുളത്തുണ്ട്. ആ കുളത്തിന് നേരെ നോക്കിയിട്ട് വേണം, കണ്ടോ ആ ബട്ടൺ നേരെ നോക്കിയിട്ട് വേണം നമ്മളതൊക്കെ ചെയ്യാൻ. അതുപോലെ അതേപോലെ താഴത്തേക്ക് ഉണ്ട് കേട്ടോ. മേലെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ കെട്ടിട്ട ഭാഗം നോക്കിയിട്ട് ആ കെട്ടിൻ്റെ അതേ ഭാഗത്തുള്ള ഇതന്നെ നേർക്ക് ആ സ്വിച്ചും ഈ താഴെയുള്ള ഇതും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം കമ്പി താഴെ ഇട്ട് കൊടുക്കാൻ.
അല്ലാന്നുണ്ടെങ്കിൽ നിവർത്തി കഴിഞ്ഞാൽ നമ്മളെ കോണ് വില്ലാകെ ഒടിയും. അപ്പോൾ നമ്മൾ മേലത്തെ അതേ സ്ഥാനത്താണോ അതേ സ്ഥാനത്തുള്ളത് തന്നെ ഈ നേരെ വെച്ച് കമ്പിയിട്ട് മുറുക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ടൂൾസുകളാണ് കട്ടിംഗ് പ്ലെയർ പോലെ തന്നെ ആണി പറിക്കുന്ന ഒരു ഇതും കട്ടിംഗ് പ്ലെയർ തന്നെ അതിനും പറയാം. കട്ടിംഗ് പ്ലെയറും അതുപോലെ ഒരു ആണി കട്ട് ചെയ്യുന്നതും കേട്ടോ. അങ്ങനെ കട്ടിംഗ് പ്ലെയറും ഈ ആണി കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താണെന്നറിയാം, ഞങ്ങളുടെ അടിപൊളി പാട്ടൊക്കെ പാടി രസിച്ച് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആ പാട്ടും കളികളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് വന്ന കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് പാട്ടും കളികളൊക്കെ ആയിരുന്നു അവിടെ കേട്ടോ. നല്ല അടിപൊളി ക്ലാസ്സുകളായിരുന്നു. പല പഞ്ചായത്തു നിന്നും പിന്നെ വാർഡിൽ നിന്നും പല ബ്ലോക്കിൽ നിന്നൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ നമുക്കറിയാത്തവരാണെങ്കിൽ നമ്മൾ അറിയാത്ത പോലെ ഒന്നല്ലായിരുന്നു അവിടെ കേട്ടോ. ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ ഇത് 3 ഫോൾഡാട്ടോ, 3 മടക്കുള്ള കുടയാണ്. അതിലൊരുപാട് തയ്യൽ വരുന്നുണ്ട് കേട്ടോ. 5-6 സ്റ്റിച്ച് തന്നെ. അപ്പം ഞങ്ങളുടെ കുട കഴിഞ്ഞപ്പോൾ മടക്കി അവർക്ക് നേരെ കാട്ടി കൊടുക്കണം. പുറത്ത് വെള്ള നൂല് കൊണ്ടാണ് തയ്ക്കുക. ആ വെള്ള നൂല് പുറത്ത് കാണാൻ പാടില്ല. അതൊക്കെയാണ് മാർക്ക് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുട കഴിഞ്ഞ് ഞങ്ങൾ മടക്കി എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴേക്കിന് നമ്മൾ ഇങ്ങനെ സ്വിച്ചിട്ട നിവരുന്നൊരു കുട ഉണ്ടല്ലോ പണ്ടൊക്കെ, പെട്ടെന്ന് നിവരുന്നേ ആ 2 മടക്ക്, അതാണിപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അതും ഇതേപോലെ അതിന് അധികം തുന്നാനൊന്നുമില്ല. പക്ഷേ ഇതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ കുട പോലെ അതിനും ആണി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ നോക്കി വേണം വയ്ക്കാൻ. അതിൽ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അതിൻ്റെയൊക്കെ കടന്ന് ചെന്നിട്ട് വേണം അതിന് 3 ഈ ഒരു ഇതുണ്ടോ ഹോള്, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ഇത് കയറ്റാണ്ട് നമ്മൾ സ്വിച്ച്. അതൊക്കെ നമ്മൾ നേരെ നോക്കി വേണ്ടിട്ട് ചെയ്യുക. അതൊക്കെ തല തിരിഞ്ഞ് പോയാൽ നിവർത്താനൊന്നിനും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുടയ്ക്ക് പിടിയൊക്കെ ഇട്ട് തന്ന് ഞങ്ങളിത് നിവർത്തി നോക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കുട അടിപൊളി കുടയായി. അതുപോലെ എല്ലാ പരിപാടിയും ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്. അപ്പോൾ ഓരോരുത്തരുടെ പിന്നെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ആളാണ് ഇപ്പോൾ അവിടെ കയറി പറയുന്ന എല്ലാ കാര്യങ്ങളും. ഇത് വേറൊരു ഗ്യാങ്ങിൻ്റെ അത് ടീച്ചറാണ് നമ്മളെ എന്താ പറയുക, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് തലത്തിൽ എല്ലാവരും സംസാരിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അങ്ങനെ 3 ദിവസത്തെ ക്ലാസ് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.